നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മൾ കൊല്ലത്തെ രണ്ട് ഫേമസ് ആൻഡ് ലെജൻഡറി ഹോട്ടലുകളിലെ മട്ടൻ കറിയുടെയും പൊറോട്ടയുടെയും കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. ഹോട്ടലിൽ പോയി നിന്ന് രണ്ട് ഐറ്റംസ് കമ്പയർ ചെയ്ത സീൻ കോൺട്രയാവും. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്താണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഏത് ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാനും നമ്മളൊരു കമ്പാരിസൺ നടത്തി. നിങ്ങൾക്കറിയാവുന്ന രണ്ട് ഫേമസ് ആപ്പും പിന്നെ കൊല്ലത്തെ ഒരു ആപ്പും തമ്മിലാണ് കമ്പാരിസൺ. ഗൈസ്, കൊല്ലം ഫുഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് മട്ടൻ കറികൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഒരെണ്ണം കൊല്ലം റമീസിലെ മട്ടൻ കറി, അതാണ് ഈ ഇരിക്കുന്നു. ഇനി രണ്ടാമത് നമ്മുടെ കൊല്ലം ഫയൽ വാനിലെ മട്ടൻ കറി. ഈ റമീസിലെ മട്ടൻ കറി മട്ടൻ റമീസ് ആണ് അവർ വിളിക്കുന്നത്. ഇത് ഫയൽ വാനിലെ മട്ടൻ കറി. കൂടെ നമ്മൾ 4 പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് 3 എണ്ണമാണ്. ഒന്നാമത്തത് ക്വാണ്ടിറ്റി, പിന്നെ മീറ്റിന്റെ സോഫ്റ്റ്നെസ്, പിന്നെ മൂന്നാമത് ടേസ്റ്റ്. മൂന്നാമത് ടേസ്റ്റ്. ടേസ്റ്റ് ഒക്കെ പേഴ്സണൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ക്വാണ്ടിറ്റി നോക്കാൻ പോവാണ്. നമുക്ക് മട്ടൺ റമീസ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് വെച്ച് നോക്കാം. നല്ല തിക്കാണ് കേട്ടോ. നമുക്കൊരു നല്ലിയുണ്ട്, നല്ലിയുടെ പീസ് വെക്കാൻ പറ്റും. നമ്മൾ മട്ടൺ റമീസ ഒരു ബൗളിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഫയൽ വാനിലെ മട്ടൻ കറി, ഇതൊരു കറി പരിവാണ്. മറ്റേതാണ് കുറച്ചുകൂടെ കുറുകിയ സാധനം. ഇത് കുറച്ച് കൂടുതലാണെങ്കിലും ഇത് കുറച്ചും കൂടെ തിക്കാണ്, ഇത് കുറച്ചും കൂടെ കറി പരുക. പക്ഷെ രണ്ടും ഏകദേശം ഒരു ക്വാണ്ടിറ്റി ആണെന്ന് തോന്നുന്നു. അതിനകത്തൊരു നല്ല പീസ് കിട്ടി നമുക്ക്. ഇതാണ് മട്ടൺ റമീസിലെ. ഇത് ഫയൽ വാനിലെ മട്ടൻ കറി. ഇത് കുറച്ചുകൂടെ തിക്കാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ക്വാണ്ടിറ്റി വൈസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമുക്ക് ഇതിലൊരു നല്ലിയുടെ പീസ് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു. ഇതിന്റെ സൈഡിലേക്ക് വെക്കാം, ബാക്കി പൊറോട്ട മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഫയൽ വാനിലെ പൊറോട്ടയാണ് പൊട്ടിക്കുന്നത്. ബട്ടർ പേപ്പറിലൊക്കെ പോയി പൊറോട്ട. കറിയിൽ കുറച്ച് ഇതിനകത്ത് പറ്റിയിട്ടുണ്ടോ ഇല്ല. ഓ, പൊറോട്ട ഒരു ഫാക്ടറാണ് കേട്ടോ. ഇതാണ് ഫയൽ വാനിലെ പൊറോട്ട. അപ്പൊ ഈ റമീസിലെ പൊറോട്ടയുടെ റേറ്റ് വന്നത് 15 രൂപയാണ്. ഇത് ഫയൽ വാനിലെ പൊറോട്ട, അതിന് 9 രൂപയാണ്. അപ്പൊ അതിന്റെ സൈസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ റമീസിലെ പൊറോട്ട ഇപ്പൊ അടിച്ച പോലെ തോന്നുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ നനഞ്ഞിരിക്കുന്ന പൊറോട്ടയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. റമീസിലെ കറിക്ക് റേറ്റ് 234 റുപ്പീസാണ്, 234 രൂപ. ഫയൽ വാനിലെ 200 രൂപ. അതാണ് പ്രൈസ് ഡിഫറൻസ്. പക്ഷേ പ്രൈസ് ഡിഫറൻസ് ക്വാണ്ടിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ 234 200 ക്വാണ്ടിറ്റി രണ്ട് സെയിം ആണ്. ടേസ്റ്റ് വേറെ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇനിയാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത്. ഞങ്ങൾ ഈ രണ്ട് സാധനങ്ങളും ഓർഡർ ചെയ്തത് കൊല്ലത്ത് വന്നൊരു ആപ്പിൽ നിന്നാണ്. പുതിയതായിട്ട് വന്നൊരു ഡെലിവറി ആപ്പാണ്. അതിന്റെ പേര് ഓഡിക്കോ എന്നാണ്. ഞങ്ങളിത് ഓർഡർ ചെയ്യാൻ നേരത്ത് ഓഡിക്കോ ആപ്പും ഈ 3 ആപ്പുകളിൽ ഓഡിക്കോയ്ക്കാണ് ഏറ്റവും റേറ്റ് കുറവ്. അതിന് കാരണമുണ്ട്. കാരണം അവർ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന അതേ റേറ്റ് തന്നെയാണ് ആപ്പിൽ ഇട്ടേക്കുന്നത്. കമ്പയർ ടു അതർ ആപ്സ് അതിലൊക്കെ കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് പിന്നെ അവർ ഡെലിവറി ചാർജ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഓഫേഴ്സ് ഇട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഓഡിക്കോ ആപ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ രണ്ട് സാധനം ഒരൊറ്റ ഓർഡറിലാണ് ബുക്ക് ചെയ്തത്. കാരണം ഇത് രണ്ട് വേറെ വേറെ ഹോട്ടൽസ് ആണ്. ഇപ്പോൾ വേറെ വേറെ ഹോട്ടൽസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആണെങ്കിൽ പ്രത്യേകം 2 ഓർഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ആപ്പിൽ നമുക്ക് 2 സാധനവും 2 ഹോട്ടലിൽ നിന്ന് ഒരുമിച്ച് നമുക്ക് ഒറ്റ ഓർഡർ വഴി ഓർഡർ ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. ഞങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഓർഡർ ചെയ്തു. 2 ഹോട്ടലിൽ നിന്നും 4 പൊറോട്ട വീതം പ്ലസ് മട്ടൻ കറി. സോ ടോട്ടൽ 8 പൊറോട്ട പ്ലസ് 2 മട്ടൻ കറിക്ക് ഓഡിക്കോ ആപ്പിൽ എനിക്ക് റേറ്റ് ആയത് 530 റുപ്പീസാണ്, 530 രൂപ. നിങ്ങൾക്ക് ബാക്കിയുള്ള ആപ്പിൽ കമ്പയർ ചെയ്ത് നോക്കുക, ഇതിനെക്കാട്ടിയും എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മട്ടൺ റമീസ കുറച്ച് പ്ലേറ്റിലേക്ക് ഇടുകയാണ്. നെല്ലിയും കൂടി ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫയൽ വാൻ്റെ മട്ടൻ കറി. ഓക്കെ, നമുക്ക് ആദ്യം കറി മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. മട്ടൻ പീസ് സോഫ്റ്റ്നെസ് ഒക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ്, മട്ടൻ ആയതുകൊണ്ട് തന്നെ. സ്പൈസിയാണ് ആവശ്യത്തിന്. പിന്നെ നമ്മുടെ ആ മുളക് പൊടിയുടെ ഒരു കുത്തറുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഓ, ഇതും സോഫ്റ്റാണ്. സെയിം സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മട്ടൺ ടേസ്റ്റ് കുറച്ചുകൂടി ഇതിനകത്താണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു ചെറിയൊരു മധുരം പോലത്തെ ടേസ്റ്റ്. പിന്നെ അത്രയ്ക്ക് ഇതിൻ്റെ അത്രയും റമീസിൻ്റെ അത്ര സ്പൈസി അല്ല. നമുക്ക് ആ മീറ്റിൻ്റെ ഒരു ആരോമ മൂക്കിലോട്ട് വരും മട്ടൻ്റെ. അത് ഇതിനകത്താണ് കിട്ടുന്നത്. രണ്ടിനും രണ്ടിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടും കൊള്ളാം, രണ്ടും അടിപൊളി ടേസ്റ്റ്. എനിക്ക് രണ്ടും ഡിഫറെന്റ് ടേസ്റ്റുമാണ്. എനിക്ക് ഫയൽ വാനിലെ ഇതിനാണ് ആ മീറ്റിന്റെ ആരോമ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ആ മട്ടന്റെ മീറ്റിന്റെ മണം നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ അത്. പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് എന്ന് പറയുന്ന റമീസിലാണ്.
ആ മട്ടണ നെയ്യും നല്ലോണം കിട്ടുന്നുണ്ട്. നമുക്ക് നെല്ല് നയിച്ചോളാം. പൊളി. നെല്ല് കിട്ടുന്നവൻ ഭാഗ്യവാൻ. ഇത് പൊളിയാണ് കേട്ടോ. ചേർത്ത് മട്ടൺ റമീസ് ഒന്ന് കഴിക്കാൻ പോവാണ്. റമീസിലെ പൊറോട്ട, മട്ടൻ്റെ ഒരു പീസ്, പൊറോട്ടയായിട്ട് ചേർന്ന് വരുമ്പോഴാണ് കറക്റ്റ് ആ മട്ടൺ റമീസിലെ ആ ഒരു എന്താ പറയുക ഒതൻറ്റിസിറ്റി, ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. കുറച്ചധികം വേവി. പൊറോട്ട നൈസാ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇനി നമുക്ക് നല്ല പൊറോട്ട ഞാൻ നോക്കി നോക്കാം. ചെറിയ പൊറോട്ടയാണ്, അതിൻ്റെ വിലയും തന്നെയാണ് കറക്റ്റ്. പൊറോട്ട ഡ്രൈ ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടുകൂടെ ചേർന്നപ്പോൾ കൊള്ളാം. ഗ്രേവിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് സെക്കൻഡ് ബൈറ്റിലാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതെന്നാണ് എല്ലാവരും പറയാം. സെക്കൻഡ് ബൈറ്റിൽ നോക്കാം. മട്ടൻ കറി പൊറോട്ട ചെയ്ത് ബാക്കിക്ക് ആയാലും മട്ടൻ കറി ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഫൈനൽ വേർഡിക്റ്റിന്റെ സമയമാണ്. ഇതിൽ ആര് ജയിച്ചെന്ന ഒരു കൺക്ലൂഷൻ വേണമല്ലോ, അല്ലാതെ ഇപ്പൊ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പോലെ ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് കൊടുക്കാം. പ്രൈസിനനുസരിച്ച് ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ റമീസും ഫയൽവനും നമ്മൾ ഈക്വൽ മാർക്കായിരിക്കും കൊടുക്കുന്നത്. ഒരു 4 കൊടുക്കുന്നു. പിന്നെ സോഫ്റ്റ്നെസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ റമീസിലെ മട്ടൻ കറിയാണ് കുറച്ച് സോഫ്റ്റ്, അതുകൊണ്ട് നമ്മൾ ഇതിന് 4, ഇതിന് 3. പിന്നെ ടേസ്റ്റ് വൈസ് രണ്ടും ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫയൽവാനിലെയാണ്, നമ്മുടെ ക്യാമറമാൻ ദീപകിന് ഇഷ്ടപ്പെട്ടത് റമീസിലെയാണ്. പിന്നെ റമീസിലൊരു നെല്ലിയുടെ പീസ് ഉണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പൊറോട്ട എന്തായാലും റമീസിൽ തന്നെയാണ് ബെസ്റ്റ്. ഫയൽവാനിലെ വേണമെങ്കിൽ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം അത് അത്രയും സോഫ്റ്റും അല്ലായിരുന്നു, ചെറിയ സൈസും ആയിരുന്നു. പ്രൈസിനനുസരിച്ച് ഓക്കെ അത്രേ പറയാൻ പറ്റും. ഇപ്പോൾ ഫൈനലി ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ റമീസിലെ മട്ടൻ കറിക്കും പൊറോട്ടയ്ക്കും ആയിരിക്കും ഇതിൽ വിജയായി പ്രഖ്യാപിക്കുന്നത്. ഒട്ടും ബാക്കിലല്ല, ഫയൽവാൻ ബാക്കിലൊന്നും അല്ല. മട്ടൻ കറി ഓക്കെ, പക്ഷെ പൊറോട്ട രാവിലെ അടിച്ച പൊറോട്ട ആയിരിക്കാം. അപ്പോൾ അടിച്ചിട്ട് കിട്ടണം പൊറോട്ട. പിന്നെ ഡെലിവറി ചെയ്താണ് വന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം. നിങ്ങൾ അവിടെ പോയി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റും എക്സ്പീരിയൻസും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ വന്ന ആ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റിൽ ഈ പൊറോട്ടയാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഞങ്ങൾക്ക് തോന്നുന്നത് റമീസിൽ. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, അത് ഡിസ്ക്ലൈമർ ആയിട്ട് വീണ്ടും പറയാം. ഈ ഓഡിക്കോ ആപ്പിന്റെ പ്രത്യേകം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഗ്രോസറി, മീറ്റ്, ഫിഷ്, എസെൻഷ്യൽ സാധനങ്ങൾ, പിന്നെ സർവീസസ്, അതെല്ലാം നമുക്ക് ഓരോ ഓർഡറിൽ തന്നെ അല്ലെങ്കിൽ ആപ്പിൽ കയറി ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഫേന്ന് ഒരു മട്ടൻ മന്തി കൂടെ ഓർഡർ ചെയ്തു. ഇന്ന് ഫുള്ള് മട്ടൻ്റെ കളിയാണല്ലോ, അതുകൊണ്ട് ഒരു മട്ടൻ മന്തി ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ 2 കിലോ ചിക്കൻ ഓർഡർ ചെയ്തു. ഇതെല്ലാം നമുക്ക് ഒറ്റ ഓർഡറിലാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആ ആപ്പ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് മട്ടൻ മന്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ ഇനി ഫുഡ്, ഗ്രോസറീസ്, എസെൻഷ്യൽസ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓഡിക്കോ ആപ്പിലെ റേറ്റ്സ് ഒന്ന് നോക്ക്. ഏതാ യൂസ്ഫുൾ എന്ന് നമുക്കറിയാലോ. കൊല്ലംകാരുടെ സ്വന്തം ആപ്പാണേ. അപ്പം ശരി, ഓഡിക്കോ. കൊല്ലം ഫുഡ് ഈസ് യുവർ പോസിറ്റീവ് വൈബ്സ് ഓൺലി.